നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് നെൽസൺ തോമസ്. കേരളത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ഫലം അറിയുവാൻ ഇനി ഒരു ദിവസം കൂടി കാത്തിരുന്നാൽ മതി. തിങ്കളാഴ്ച രാവിലെയാകുമ്പോൾ കേരളം ആരോടൊപ്പം, UDF-നോടൊപ്പമാണോ LDF-നോടൊപ്പമാണോ BJP-ക്ക് മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളോ എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഒരു മറുപടിയാകും. തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന സർവേയിൽ അത് ഇടതുപക്ഷത്തിന് കുറച്ച് ചായ്വോടുകൂടിയാണ് മാധ്യമങ്ങൾ പറഞ്ഞതെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എക്സിറ്റ് പോൾ വന്നപ്പോൾ അത് UDF-ന് അനുകൂലമായ ഒരു ട്രെൻഡാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ചാണക്യ അതോടൊപ്പം തന്നെ സർവേ ഫലങ്ങൾ പ്രസിദ്ധീകരിച്ച, അപ്പോൾ CNN ന്യൂസിൻ്റെ ആയാലും PMark-ന്റെ ആയാലും അങ്ങനെ പല ചാനലുകളുടെ അല്ലെങ്കിൽ സർവേ ഫലം പുറത്തു വന്നപ്പോൾ UDF-ന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിഞ്ഞത്. ആ ട്രെൻഡ് ഉറപ്പായും കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നു. കേരള ജനങ്ങൾ ഭരണമാറ്റത്തിന് അനുകൂലമായ വോട്ടിംഗാണ് നടത്തിയിരുന്നത്. പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി 2 പ്രാവശ്യമായതോടെ ആ ടേം അവിടെ അവസാനിച്ചിരിക്കുകയാണ്. പക്ഷെ ഈ പറയുന്ന 5 സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പും വളരെയേറെ പ്രാധാന്യമർഹിക്കുന്നു. അത് യാതൊരു മാറ്റവുമില്ല. കാരണം പശ്ചിമബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണിക്ക് വളരെയേറെ ഭാഗ്യപരീക്ഷണങ്ങളുടെ അതോടൊപ്പം തന്നെ നിലനിൽപ്പിൻ്റെ തന്നെ വലിയ ഒരു പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പശ്ചിമബംഗാളിനെ സംബന്ധിച്ചിടത്തോളം BJP-ക്ക് അധികാരം പിടിക്കണമെന്നുള്ളത് അവരുടെ ചാണക്യതന്ത്രങ്ങളുടെ അല്ലെങ്കിൽ ആസൂത്രണങ്ങളുടെ അവർ ഏതൊക്കെ മെക്കാനിസം ഉപയോഗിച്ചിട്ടുണ്ടോ അതിൻ്റെ പരിണിത ഫലമായി അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാക്കാൻ BJP ശ്രമിക്കുന്നു. TMC-യെ സംബന്ധിച്ചിടത്തോളം മമതാ ബാനർജി എന്ന് പറയുന്ന നേതൃത്വം ഇന്ത്യയിലെ ഏറ്റവും കരുത്തയായ സ്ത്രീ എന്ന രീതിയിൽ അവർ പശ്ചിമ ബംഗാളിനെ നിലനിർത്തുമോ? എന്നാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം അവിടെ CPM തിരിച്ചുവരവ് നടത്തുന്നു എന്ന് പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് അവർക്ക് ഒരു പ്രാവശ്യം തോറ്റാലൊന്നും സംഭവിക്കാനില്ല. പക്ഷേ ഇപ്പോഴൊരു പ്രതിസന്ധി ഉണ്ട്. കാരണം ഈ പാർട്ടി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും CPM-ന് ഒരു ഭരണം കിട്ടുമെങ്കിൽ അത് നിലവിൽ കേരളമാണ് എന്നതുകൊണ്ട് ഇതിന് വളരെയേറെ പ്രാധാന്യം CPM-ഉം അർഹിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഭരണമാറ്റം അനിവാര്യമാണ്. അത് ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ തലപ്പത്ത് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കേരളത്തെ പോലെ ഒരു സംസ്ഥാനം കൂടെ നിൽക്കേണ്ടതും ഏറ്റവും അനിവാര്യമായതാണ്. അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കോൺഗ്രസിൻ്റെ അവിടെയും നമുക്ക് പറയാം അതും ഒരു ജീവൻ മരണ പോരാട്ടത്തിൻ്റെ കണക്ക് പറയാൻ പോവുകയാണ് തിങ്കളാഴ്ച. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് ഇന്ത്യ മുന്നണി ഫേസ് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട 1 കേരളം, 2 തമിഴ്നാട്, 3 തൃണമൂൽ കോൺഗ്രസ്, അതുപോലെ തന്നെ അതായത് പശ്ചിമ ബംഗാൾ, 4 പുതുച്ചേരി. ഇത് 4 എണ്ണവും പിടിക്കേണ്ടത് ഇന്ത്യ മുന്നണിയുടെ ആവശ്യകതയാണ്. അതോടൊപ്പം തന്നെ ആസാമിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. അപ്പോൾ ഇത്രയും ഈ 5 ഇടത്തും പ്രതിപക്ഷ പാർട്ടികൾക്ക് അതിൻ്റെതായ വ്യക്തിത്വം തെളിയിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ പ്രധാനപ്പെട്ട 2 പാർട്ടികൾ എന്ന് പറയുന്നത് LDF-ഉം UDF-ഉമാണ്. LDF-നും UDF-നും വ്യക്തമായ അടിത്തട്ട് വർക്കുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥലവും അതോടൊപ്പം തന്നെ 28 സംസ്ഥാനങ്ങളും ആ സംസ്ഥാനങ്ങളിൽ 27 ലഭിച്ചാലും കേരളം ഭരിക്കുന്നത് ആര് എന്നുള്ളത് ലോകത്തിൻ്റെ മുന്നിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. കാരണം കേരളത്തിന് പ്രത്യേകതയുണ്ട്. ഇനി ആർക്കെങ്കിലും വൈരാഗ്യബുദ്ധിയോട് അതിനെ എതിർത്ത് സംസാരിച്ചാലും ഞാൻ ചോദ്യം ചെയ്യാനില്ല. ബോധമനസ്സുള്ളവർക്ക് മനസ്സിലാകും ഇന്ത്യ മഹാരാജ്യത്ത് ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയപരമായും എല്ലാ തരത്തിലും ശ്രദ്ധിക്കുന്ന ഒരു ജനതയുള്ള കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും അർഹമായ പ്രാധാന്യം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളം ജയിക്കേണ്ടത് ഏറ്റവും അനിവാര്യതയുടെ കാലഘട്ടം. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യയിൽ ഒരു സംസ്ഥാനങ്ങളിലെങ്കിലും അധികാരം പിടിച്ചു നിർത്തേണ്ടതിൻ്റെ ആവശ്യകത. BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബാലികേറ മലയാണ് കേരളം എന്നുള്ളത് മാറ്റിക്കൊടുക്കുവാൻ വേണ്ടിയുള്ള പോരാട്ടം. യഥാർത്ഥത്തിൽ കേരളത്തിൽ BJP പല അടവുകൾ പ്രയോഗിച്ചിട്ടും വലിയ അത്ഭുതമൊന്നും സംഭവിക്കാനില്ല. എന്നിരുന്നാലും മാറ്റങ്ങൾ കുറച്ച് വന്നിട്ടുണ്ട്. ആ മാറ്റത്തിന് എന്താണ് അതിൻ്റെ പരിണിത ഫലമെന്ന് അവരും കാത്തിരിക്കുക. എന്ന് പറഞ്ഞാൽ നാമമാത്രമാണെങ്കിലും അല്ലെങ്കിൽ വിരലിലെണ്ണാവുന്ന തരത്തിലെങ്കിലും കടന്നു വരാൻ പറ്റുമോ എന്ന് BJP ആശങ്കയോട് നോക്കുന്നു. അതോടൊപ്പം തന്നെ BJPയുടെ പ്രസിഡന്റുമാർ മാറി പുതിയ പ്രസിഡന്റ് വന്നപ്പോൾ ആ പ്രസിഡന്റിനെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതൊക്കെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന BJPക്കും വളരെയേറെ പ്രതീക്ഷകൾ കൊടുക്കുന്ന തെരഞ്ഞെടുപ്പാണ്. എന്നാൽ കോൺഗ്രസിനാണ് എക്സിറ്റ് പോൾ, നമ്മൾ പറഞ്ഞു CNN ന്യൂസ് ആയാലും PMark ആയാലും മാട്രിക്സ് ആയാലും പീപ്പിൾ പൾസ് ആയാലും അതോടൊപ്പം തന്നെ ആക്സിസ് ഇന്ത്യ ആയാലും അതോടെ ടുഡേസ് ചാണക്യ ആയാലും ഇവരുടെ എല്ലാ അഭിപ്രായ പ്രകാരം കേരളത്തിൽ ഒരു മാന്യമായ ലെവലിൽ ഏകദേശം 70 സീറ്റുകളാണ് അധികാരത്തിൽ വരാൻ വേണ്ടി വേണ്ടതെങ്കിൽ 75-നും 100-നും ഇടയ്ക്കൊക്കെ ഉള്ള സീറ്റുകൾ പ്രഖ്യാപിച്ചാണ് ഈ എക്സിറ്റ് പോൾ ഫലം വന്നിട്ടുള്ളത്. അപ്പോൾ UDF അധികാരത്തിൽ ഇത്രയും കാലത്തിൽ കഴിഞ്ഞ വർഷത്തിൽ 2021 പിണറായി വിജയൻ കൊറോണയും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടായതുകൊണ്ട് ജനം ആവശ്യപ്പെട്ടു അദ്ദേഹം എക്സിസ്റ്റ് ചെയ്യാൻ, സർവൈവ് ചെയ്യേണ്ട ഒരു കാലഘട്ടമുണ്ട്, അദ്ദേഹത്തെ പരീക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നതുകൊണ്ട് ഭരണത്തിൻ്റെ തുടർച്ചയുണ്ടായി. എന്നാൽ ഇപ്പോഴുണ്ടായത് പിണറായി വേണ്ട എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരു ഇലക്ഷനാണ് ഇപ്പോൾ നടന്നത്. അപ്പോൾ ഈ പറയുന്ന ചാനലുകളൊക്കെ അമ്മ പറയുന്നു ഉമ്മൻചാണ്ടി സാറിൻ്റെ അതേ സ്വരവും അതേ പൊളിറ്റിക്കൽ സംസാരവും സാറിൻ്റെ. താങ്ക് യു. അപ്പം ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ചാനലുകളെല്ലാം ഈ സർവേ നടത്തിയെടുത്തെല്ലാം കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരുന്നതെന്ന് പറയുന്നത് എനിക്കും അഭിമാനമുണ്ട്. ഒരു ഭരണമാറ്റം വരുമെന്നുള്ള അടിയുറച്ച വിശ്വാസം ഉള്ളതുകൊണ്ട് ഞാൻ അതിനെ അങ്ങനെ വിടുകയാണ്. പക്ഷേ ഒരു കാര്യം, എവിടം കൊണ്ടാണ് കോൺഗ്രസ് കയറി വരാൻ പറ്റുന്നത് വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ഞാൻ പ്രതിദാനം ചെയ്യുന്ന ജില്ലയാണ് കൊല്ലം ജില്ല. ഞങ്ങൾക്കൊക്കെ വളരെ അഭിമാനം തോന്നുന്ന ഒരു വലിയ മാറ്റം, ഒരു പഞ്ചായത്ത്, ത്രിതല പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തിലൊക്കെ ശക്തമായ രീതിയിൽ വളരെ സ്വാധീനം ചെലുത്തി കോൺഗ്രസ് അധികാരത്തിൽ വന്നു എന്നുള്ളത് അഭിമാനിക്കുന്ന ഒരു ജില്ലയാണ്. അതായത് കണ്ണൂരിനേക്കാൾ വലിയ അടിത്തറ ഇടതുപക്ഷത്തിന് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത ജില്ലയാണ് കൊല്ലം ജില്ല. ആ കൊല്ലം ജില്ല മാറ്റത്തിന് തുടക്കമിട്ടു. എപ്പോഴും ഞാൻ പറയാം, തിരുവനന്തപുരവും കൊല്ലവും ഒക്കെ കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ വ്യക്തമായ സ്വാധീനം ചെലുത്തുന്ന സ്ഥലങ്ങളാണ്. മധ്യ കേരളം എന്നും കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന സ്ഥലവും. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം KM മാണി പാർട്ടി വിട്ടുപോയതൊക്കെ 2021 വലിയ ഒരു ചർച്ചയായി. അത് നമുക്ക് ദോഷം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. എന്നാൽ ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ സംസാരത്തിലേക്ക് വരികയാണ്. കഴിഞ്ഞതിനെപ്പറ്റി സംസാരിക്കല്ല, മുന്നോട്ടുള്ളതാണ്. 2026 ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് പറയുന്നത് എൻ്റെ ജില്ലയായ കൊല്ലത്ത് 11 താലൂക്ക്, 11 നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത്. ഈ 11 നിയോജക മണ്ഡലത്തിൽ 7 അല്ലെങ്കിൽ 8 സീറ്റുകൾ UDF പിടിക്കുമെന്നുള്ളതിനകത്ത് യാതൊരു മാറ്റവുമില്ല. അത്ര വലിയ വർക്ക് അവിടെ നടന്നിട്ടുണ്ട്. ഞാൻ മണ്ഡലങ്ങൾ ഒന്ന് പറഞ്ഞു പോവുകയാണ്. യഥാർത്ഥത്തിൽ കരുനാഗപ്പള്ളി CR മഹേഷിനെ സംബന്ധിച്ചിടത്തോളം വലിയ സംശയത്തിന്റെ സ്വാധീനമില്ല. വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി അദ്ദേഹം ജയിക്കുമെന്നുള്ളത് എല്ലാവർക്കും, വോട്ട് ചെയ്ത ജനങ്ങൾ അതിശക്തമായി, അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിയും ജനങ്ങൾക്കുമൊക്കെ വളരെയേറെ കൃത്യതയുള്ള
കരുനാഗപ്പള്ളി കോൺഗ്രസിനോടൊപ്പം നിൽക്കും. തൊട്ടടുത്തത് ചവറയാണ്. ചവറയെ സംബന്ധിച്ചിടത്തോളം ഷിബു ബേബി ജോൺ കഴിഞ്ഞ പ്രാവശ്യം തോറ്റതും അത് വിജയംപിള്ള ചേട്ടനുമായിട്ടുള്ള ഞാൻ ആ കോളേജിലാണ് MSN മെമ്പർ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞ പുസ്തകം, അവിടെയാണ് ഞാൻ എൻ്റെ MBA ചെയ്തത്. ആ കോളേജിൽ വിജയംപിള്ള സാറ്, അന്ന് ഈ വിജയംപിള്ള ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടിയായിരുന്നു. പിന്നെ അദ്ദേഹം വേറെ പാർട്ടിയിലേക്ക് പോവുകയും അത് ഇടതുപക്ഷത്തിലേക്ക് പോവുകയും അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഒരു വലിയ ഘടകമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് അടിസ്ഥാനപ്പെട്ട് അദ്ദേഹം സുഹൃത്ത് ജയിച്ചത് അങ്ങനെയാണ്. എന്നാൽ രാഷ്ട്രീയപരമായി പിന്നെയും രണ്ടാമത് ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പിന്നെയും അത് കോൺഗ്രസ് അനുകൂലമായ ഒരു മണ്ഡലമായതുകൊണ്ട് അത് RSP, കോൺഗ്രസും RSPയും ഷിബു ബേബി ജോണും ബേബി ജോണിൻ്റെയൊക്കെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ചവറ കോൺഗ്രസിനോടൊപ്പം വരും. അപ്പോൾ ഞാൻ പറഞ്ഞ കരുനാഗപ്പള്ളി, ചവറ. അടുത്തത് കൊല്ലം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യനിർഭാഗ്യങ്ങൾ ഓരോ സ്ഥാനാർത്ഥിക്കും സംഭാവന ചെയ്ത് പോകുന്ന ഒരു ജില്ലയാണ്. കഴിഞ്ഞ പ്രാവശ്യം തുച്ഛമായ വോട്ടിനാണ് ബിന്ദു ചേച്ചി തോറ്റത്. പക്ഷെ ഇപ്രാവശ്യം ഒരു കാര്യം വളരെ വ്യക്തമാണ്, കൊല്ലം കോൺഗ്രസിനോടൊപ്പമാണ്. കാരണം കോർപ്പറേഷൻ ഭരണവും മറ്റ് അനവധി ഘടകങ്ങൾ അവിടെ കോൺഗ്രസിന് അനുകൂലമായിട്ടുണ്ട്. എന്നാൽ ചില ചർച്ചകൾ RSPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് നേതൃത്വം അതിനെ തള്ളിക്കളയുമ്പോഴും ചെറിയ തോതിൽ ചില വ്യത്യാസം. കാരണം എന്താണ്, അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ അത്തരത്തിൽ ചെറിയ മാർജിനാണ് തോൽവികൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് പക്ഷേ ഇപ്രാവശ്യം ഉണ്ടാകുന്ന കോൺഗ്രസിനുണ്ടാകുന്ന ഹൈപ്പ് അല്ലെങ്കിൽ ട്രെൻഡ് എന്ന് പറയുന്ന ഘടകം അത് ആഞ്ഞടിക്കുകയാണെങ്കിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ബിന്ദു കൃഷ്ണ അവിടെ ജയിക്കും. 3 മണ്ഡലങ്ങൾ. ചാത്തന്നൂരെ സംബന്ധിച്ചിടത്തോളം ടൈറ്റ് ഒരു മത്സരം, 3 പാർട്ടിക്കാരിൽ ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് അവിടെ ആരാണെന്ന് എനിക്ക് വ്യക്തമായ ഒരു അറിവ് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ RSP മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ എനിക്ക് കുന്നത്തൂര് മാറ്റത്തിന് ഉറപ്പായും ഒരു മാറ്റം അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ കോവൂർ ഉല്ലാസ് കോവൂറിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷക്കാലം തോറ്റതിന് ശേഷം കൃത്യമായി കോൺഗ്രസിനെ ചേർത്ത് പിടിക്കുന്നത്, കോൺഗ്രസിനെ കൂട്ടിയോജിപ്പിക്കുന്നതിൽ കുന്നത്തൂര് ഉല്ലാസ് കോവൂറിന് വലിയ ഒരു സാധ്യത ലഭിച്ചു എന്നുള്ളതാണ്. അവിടെ നിന്റെ ഫോണിൽ അതാണ് അവിടെ വേറൊരു പ്രത്യേകതയായിട്ട് വന്നത്. അതോടൊപ്പം തന്നെ കോവൂർ കുഞ്ഞുമോൻ ഇങ്ങനെ ഇരുന്നിരുന്ന് അവിടെ അങ്ങ് തഴമ്പിച്ചു. ജനത്തിന് വെറുപ്പായി മാറുന്ന ഒരവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയതുമൊക്കെ കുന്നത്തൂര് നമുക്ക് അനുകൂല സാഹചര്യം UDFനുണ്ടാക്കി. ഇരവിപുരമാണ് ഞാൻ വേറൊന്ന് പറഞ്ഞത്, എനിക്ക് വ്യക്തമായ അഭിപ്രായം പറയാൻ കഴിയാത്ത പോകുന്ന ഒരു മണ്ഡലമാണ്. അവിടെ രാഷ്ട്രീയപരമായി എന്ത് സാഹചര്യമാണ് ഉണ്ടാകുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ചാത്തന്നൂരും എനിക്ക് ഈ പറഞ്ഞ ഇരവിപുരത്തും കൃത്യമായ അഭിപ്രായം പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് തൊട്ടടുത്ത മണ്ഡലം കുണ്ട്രയാണ്. അവിടെ നമ്മുടെ PC വിഷ്ണുനാഥ മത്സരിക്കും. വിഷ്ണുവിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനങ്ങളുമായി ഇഴുകിച്ചേർന്ന് അവിടുത്തെ പ്രശ്നങ്ങൾക്ക് കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ UDF അധികാരത്തിൽ വരുമ്പോൾ കുറേ സ്വപ്നങ്ങൾക്ക് സാധ്യതയുള്ള, UDF അധികാരത്തിൽ വരുമെന്നുള്ള ട്രെൻഡിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവിടെ കൃത്യമായ ഒരു വലിയ മെജോറിറ്റിയോടുകൂടി PC വിഷ്ണുനാഥ് കുണ്ട്രയെ വിജയിക്കും എന്നുള്ളതിനകത്ത് യാതൊരു സംശയവും നമുക്കില്ല. അപ്പോൾ കൊല്ലം ജില്ലയിൽ ആ വലിയ മാറ്റത്തിൻ്റെ തുടക്കത്തിൻ്റെ ഭാഗമാണ്. തൊട്ടടുത്ത് കിടക്കുന്നതാണ് ഞങ്ങളൊക്കെ പ്രതിദാനം ചെയ്യുന്ന ആ കുണ്ട്ര കഴിഞ്ഞാലുടൻ വരുന്ന കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം ഒരു ഏകപക്ഷീയമായ വിജയമെന്ന് പറയുന്നത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഐഷ പോറ്റി ജയിക്കുമെങ്കിലും വലിയ ഒരു പോരാട്ടം നടന്നിട്ടുണ്ട്. അവിടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു
ആർക്കോട്ട് ചെയ്യണമെന്ന് നിഷ്പക്ഷരായി നിന്ന ആൾക്കാരെ ചിന്തിപ്പിച്ചു. പക്ഷെ കോൺഗ്രസ്സുകാർ, പ്രവർത്തകർ 8 മണ്ഡലങ്ങളിലും, നമുക്കറിയാം, ഒന്നാമത്തെ ബൂത്ത് തുടങ്ങുന്ന കുളക്കട മുതൽ അവസാനിക്കുന്ന ഉമ്മന്നൂർ വരെയുള്ള 204 ബൂത്തുകളിലും കോൺഗ്രസിന്റെ വോട്ടുകൾ കൃത്യമായി ആഞ്ഞടിച്ചു എന്നുള്ളത് യാതൊരു മാറ്റവുമില്ല. അത് വലിയ ഓർഗനൈസേഷൻ ഒന്നും വേണ്ടി വന്നില്ല. ഐഷ പോറ്റിയുടെ ഏറ്റവും വലിയ ലക്കും അതായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വർക്ക് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകർ ഒരു കോർഡിനേഷന്റെ ആവശ്യമില്ല. അതിന്റെ മേൽത്തട്ടിൽ നിൽക്കുന്നവർ നിന്നാൽ മതിയായിരുന്നു. ഞങ്ങളൊക്കെ മൈക്കെടുത്ത് വെച്ചങ്ങ് സംസാരിക്കുകയായിരുന്നു. ഞങ്ങളൊക്കെ പ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുകയായിരുന്നു. എല്ലാവർക്കും ഒരു ആവേശമുണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശത്തോട് ബേസ് ചെയ്ത കണ്ട ഒരു സ്ഥലമാണ് കൊട്ടാരക്കര. അങ്ങനെ കൊട്ടാരക്കര 8 മണ്ഡലങ്ങളിൽ കുളക്കട, അതിനോട് ചേർന്ന് കിടക്കുന്ന മൈലം, നെടുവത്തൂര്, കൊട്ടാരക്കര, എഴുകോണ്, കരീപ്ര, വെളിയം, ഉമ്മന്നൂർ. അങ്ങനെയാണ് 1 മുതൽ 204 വരെയുള്ള ബൂത്തിന്റെ ഓർഡർ. നമ്മൾ ഈ പറയുന്ന 14 ടേബിളുകൾ അങ്ങനെ വരുന്നു. അങ്ങനെയാണ് 14 ടേബിളുകൾ എണ്ണിയാലും ആ 12 ടേബിൾ കഴിയുമ്പോൾ ഉമ്മന്നൂർ വരുമ്പോൾ കോൺഗ്രസ് ശക്തമായ തിരിച്ചുവരവ് വരുന്നൊരു സ്ഥലമാണ്. അങ്ങനെ യഥാർത്ഥത്തിൽ മൈലം, അതോടൊപ്പം തന്നെ ഒരു കാര്യം തുറന്നു പറയേണ്ടത് നമ്മൾ തുറന്നു പറയേണ്ടിയിരിക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകരും പിന്നെ ഐഷ പോറ്റിയുടെ പേഴ്സണൽ വോട്ട് എന്ന് പറഞ്ഞാൽ അവർ CPM ഉണ്ടാക്കിയ ബന്ധങ്ങളൊക്കെ കോൺഗ്രസിന് ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതിലെല്ലാം ഉപരിയായി NSSന്റെ സമദൂരമായിരുന്നു എങ്കിലും NSS കൃത്യമായ രീതിയിൽ കോൺഗ്രസിന് അനുകൂലമായ നിലപാടെടുത്തു എന്നുള്ളത് നമ്മൾ കേട്ടറിഞ്ഞതാണ്. അത് റിപ്പോർട്ടർ ചാനലിലൊക്കെ വലിയ അതിൻ്റെ സെക്രട്ടറി അനിൽകുമാറുമായി ബന്ധപ്പെട്ട കുറേ വാക്കുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അവർ തീരുമാനമെടുക്കുന്ന സമയവും കൈപ്പള്ളി ബിബിൻ ടോട്ടൽ സീറ്റ് പ്ലീസ് 86 സീറ്റോടെ കേരളത്തിൽ കോൺഗ്രസ് വരും. ഓക്കെ, അപ്പം കൊല്ലം ജില്ലയിൽ എനിക്ക് 8 സീറ്റാണ് കേട്ടോ ബിബിനെ ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ അങ്ങോട്ട് പറഞ്ഞു വരാം, കൊല്ലം ജില്ലയെ പറ്റിയാണ് പറയുന്നത്. അപ്പം കൊട്ടാരക്കര ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അങ്ങനെ ഒരു രാഷ്ട്രീയ സമവാക്യങ്ങൾ NSSന്റെ ഇങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ട്. NSS കോൺഗ്രസിനെ സഹായിച്ചു എങ്കിലും ഇടതുപക്ഷത്തുള്ള NSS പ്രവർത്തകരൊക്കെ കോൺഗ്രസിന് വോട്ട് ചെയ്യുക പ്രയാസമായിരുന്നിരിക്കാം. പക്ഷേ കോൺഗ്രസിന് അനുകൂലമായ ഒരു വ്യക്തമായ ഒരു നിലപാട് സ്വീകരിച്ച ഒരു മണ്ഡലമാണ് കൊട്ടാരക്കരയിൽ. NSSന്റെ പ്രത്യേകിച്ച് അതിൻ്റെ പേരിൽ ആക്ഷേപം കേട്ട ആളാണ് NSSന്റെ സെക്രട്ടറി എന്നൊക്കെ നമുക്ക് ചാനലുകളിലും അതോടൊപ്പം തന്നെ നമുക്ക് വലിയ വിവരങ്ങളൊക്കെ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഞാനത് കൂട്ടിച്ചേർത്തത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കോർഡിനേഷൻ വർക്ക്, അത്തരത്തിലുള്ള വർക്ക് കൃത്യമായി കൊട്ടാരക്കരയിൽ നടന്നിട്ടുള്ളത് കൊണ്ട് കൊട്ടാരക്കരയെ ഞാൻ ഈ ഗണത്തിലേക്ക് കൂട്ടുകയാണ്. അവിടെ മത്സരമായിരുന്നു, കൃത്യമായ മത്സരം നടന്ന സ്ഥലമാണ്. അതുപോലെ വലിയ ഒരു അംഗം കുറിച്ച സ്ഥലമാണ് പത്തനാപുരം. പത്തനാപുരത്തെ സംബന്ധിച്ചിടത്തോളം ഈ ആൾക്കാർ പറയുന്നു, ഗണേശന്റെ ഹൈപ്പ് പറയുന്നുണ്ട്. ഗണേശന് നല്ലൊരു സ്ഥാനാർത്ഥി അല്ലായിരുന്നു ഈ ടീമിന് മുന്നുവരെ ജ്യോതികുമാറും അതിനു മുമ്പ് വന്ന ജഗദീഷുമൊക്കെ. പക്ഷെ ജ്യോതികുമാർ ഈ വിജയം പിടിച്ചു വാങ്ങുകയാണ് പ്രവർത്തന ശൈലി കൊണ്ട്. അവിടെ BJPയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് NDAയുടെ ഘടകകക്ഷിയായിട്ടുള്ള 2020 എൻ്റെ ഏറ്റവും അടുത്ത എൻ്റെ ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള അനിലസ് പിള്ളയാണ് അവിടെ മത്സരിച്ചത്. പക്ഷേ അവിടെ BJP വോട്ടുകളിലൊക്കെ ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. അതൊക്കെ ആർക്ക് ഗുണകരമായി വരുന്നു എന്നുള്ള ഇവാലുവേഷൻ്റെ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അവിടെ ഗണേശ് തോൽക്കണം എന്നുള്ളത് വളരെ വ്യക്തമായി സ്ത്രീജനങ്ങൾ ഉൾപ്പെടെ കേരള കോൺഗ്രസിലെ ഒരു വിഭാഗം ഉൾപ്പെടെ വലിയ രീതിയിൽ UDFന്റെ മുന്നേറ്റവുമൊക്കെ UDFൽ ഉണ്ടാകുന്ന സ്വര ചേർച്ചകളൊക്കെ കൂട്ടിച്ചേർക്കപ്പെട്ട് കൃത്യമായ രീതിയിൽ ചോർച്ചയില്ലാതെ വോട്ട് നേടാൻ കഴിഞ്ഞിട്ടുള്ള സ്ഥലമായി ജ്യോതികുമാർ ചാമക്കാലയെ ജനം കാണാൻ കാരണവുമുണ്ട്. കാരണം ജ്യോതികുമാർ അവിടുത്തെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന ആളാണ്. പ്രവർത്തനത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ശൈലി തന്നെ എനിക്ക് ഏകദേശം
25 വർഷമായിട്ടെങ്കിലും എനിക്ക് അദ്ദേഹത്തെ അറിയാം. 2000 മുതൽ എനിക്കറിയാം. 26 വർഷമായിട്ട് ഞാൻ കൗൺസിലറായിട്ടിരിക്കുന്ന സമയം തൊട്ട്, അന്ന് ഞാൻ കോളേജ് കൗൺസിലർ ആവുന്ന സമയം മുതൽ, അതിന് മുമ്പ് കൗൺസിലറായിട്ടുണ്ട് 96. അപ്പോൾ അന്ന് മുതൽ എനിക്ക് കൃത്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ആ ഫ്ലെക്സിബിൾ അല്ലാതിരുന്ന ഒരു ബോഡി അദ്ദേഹം കഴിഞ്ഞ 5 വർഷം കൊണ്ട് ആ പത്തനാപുരത്തെ ജനത്തോട് ഇഴകിച്ചേർന്ന് അവരിൽ ഒരാളായി മാറി. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് പത്തനാപുരവും കൂടെ നിൽക്കും. ചടയമംഗലത്തെ സംബന്ധിച്ചിടത്തോളം ചടയമംഗലം ചിഞ്ചു റാണിയുടെ പ്രവർത്തനത്തിന്റെ പ്രതിസന്ധിയിൽ ചിഞ്ചു റാണിയോടുള്ള എതിർപ്പ്, അതിലുപരി എം നസീർ പാർട്ടിയുടെ ഒരാവേശമായി ഇപ്രാവശ്യം മാറിയിട്ടുണ്ടായിരുന്നു. അവിടെ മിക്കയിടത്തും പോരേടം പോലെയുള്ള സ്ഥലത്തൊക്കെ CPIയിൽ നിന്ന് പാർട്ടി വിട്ടു വന്നവരുടെയൊക്കെ സ്വാധീനം കോൺഗ്രസിനുണ്ടായിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ അവിടെ പാർട്ടി വിട്ടു വന്നിട്ടുണ്ട്. അങ്ങനെ അവരുടെ എല്ലാം പ്രവർത്തനവും കോൺഗ്രസ്സുകാരുടെ ഏകീകരണ മനോഭാവവും ഒക്കെ എം നസീർ MLA സൃഷ്ടിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പുനലൂർ ഞാൻ ആശങ്ക പ്രകടിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. കുറച്ചുകൂടെ നേരത്തെ പ്രവർത്തിച്ചിരുന്നു എങ്കിൽ രണ്ടുപേരും പുതുമയുടെ ആൾക്കാരായതുകൊണ്ട് പുനലൂരും ജയിക്കാമായിരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഒരു കാര്യം ഞാൻ സന്തോഷത്തോട് പറയുന്നു, കൊല്ലം ജില്ല ഇപ്രാവശ്യം കൃത്യമായി കൃത്യമായി കോൺഗ്രസിനോടൊപ്പം നിൽക്കും. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും നല്ല ഹൈപ്പ് ഉണ്ടാകാൻ പോകുന്നത്. ഞാനിപ്പോൾ പറഞ്ഞതനുസരിച്ച് എനിക്ക് സംശയം പറഞ്ഞത് ചാത്തന്നൂര്, ഇരവിപുരം ടൈറ്റ് മത്സരം നടന്ന സ്ഥലങ്ങൾ, ഇരവിപുരം, അതോടൊപ്പം തന്നെ പുനലൂർ. ഇതാണ് നമുക്ക് സംശയം ഞാൻ പ്രകടിപ്പിച്ചത്. അപ്പോൾ 11-ൽ 8 സീറ്റുകൾ കൃത്യമായി കോൺഗ്രസ് ജയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ പത്തനാപുരവും കൊട്ടാരക്കരയും ടൈറ്റായ ഒരു മത്സരം നടന്ന സ്ഥലമാണ്. ഒരിടത്തും സ്ഥാനാർത്ഥികൾ മോശമായിരുന്നില്ല എന്നുള്ളതും അടിവരയിട്ട് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ കൊല്ലം ജില്ല കോൺഗ്രസിൻ്റെ UDFന്റെ തരംഗം സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതിൽ യാതൊരു മാറ്റവുമില്ല. അതായിരിക്കും ഈ ഇലക്ഷന്റെ ഏറ്റവും വലിയ ആവേശകരമായി മാറാൻ പോകുന്നു. പിന്നെ ഞാൻ മൊത്തത്തിലൊന്ന് പറയുന്നത്, കാസർഗോഡ് മൊത്തത്തിൽ 5 സീറ്റുകളാണുള്ളത്. കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം LDFന് നമുക്കറിയാം, കാസർഗോഡ്, കണ്ണൂർ സ്ഥലങ്ങളിലൊക്കെ CPMന് അതിൻ്റെതായ ഒരു സംവിധാനമുള്ള സ്ഥലമാണ് ഈ 2 ജില്ലകൾ. അപ്പോൾ കണ്ണൂരും കോഴിക്കോടുമൊക്കെ, കാസർഗോഡ് 5 സീറ്റും കണ്ണൂർ 11 സീറ്റുമാണുള്ളത്. ഈ 5-ൽ ഒരു 2 സീറ്റ് അല്ലെ 3 സീറ്റ് കോൺഗ്രസ് വാങ്ങുമെന്നാണ് എൻ്റെ ചിന്ത. ഞാനത് ഓരോരുത്തരുടെ പേര് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. അത് ഞാൻ കൃത്യമായ ഒരു വർക്കൗട്ടാണ്, നിങ്ങൾ എഴുതി വെക്കുക. അത് 3ഓ 4ഓ സീറ്റ് കൃത്യമായി കോൺഗ്രസിന് ലഭിക്കാൻ സാധ്യതയുള്ള സ്ഥലം. എന്നാൽ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങൾ, അതായത് അവിടെ 11 സീറ്റിൽ ഒരു 6ഓ 7ഓ സീറ്റ് ചിലപ്പം ഇടതുപക്ഷം ജയിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അവിടെ ഒരു ടൈറ്റാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളത് യാതൊരു മാറ്റവും. പിണറായിയെ പോലെ ഒരാളെ പോലും അവിടെ നമ്മുടെ പ്രിയ സുഹൃത്ത് അബ്ദുൾ റഷീദ്, യൂത്ത് കോൺഗ്രസ്സുകാരൻ, ആവേശം, അദ്ദേഹം കൊടുത്ത ആവേശം അവിടെ ജയിച്ചു വരുമെന്നുള്ളതല്ല ഞാൻ പറയുന്നു. അത് കൺഫർമേഷൻ പറയാൻ എനിക്ക് കഴിയില്ല. പക്ഷേ അവിടെയൊക്കെ മത്സരമുണ്ടാക്കാൻ, കണ്ണൂരൊക്കെ കോൺഗ്രസിൻ്റെ ആവേശമുണ്ടാക്കാൻ കഴിഞ്ഞു. കണ്ണൂർ ജില്ലയിൽ ഒരു 3ഓ 4ഓ സീറ്റ് അല്ലെങ്കിൽ 5 സീറ്റ് വരെ വിജയിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് കണ്ണൂർ ജില്ല മാറിയിട്ടുണ്ട് എന്നുള്ളത് യാതൊരു മാറ്റവുമില്ല. അവിടെയൊക്കെ ട്രെൻഡ് അടിച്ചു കഴിഞ്ഞാൽ, അതായത് കോൺഗ്രസിന് അനുകൂലമായ ഒരു കാറ്റാഞ്ഞു വീശിയാൽ വലിയ മാർജിനിലേക്ക് പോകുന്ന തരത്തിലേക്ക്. കോഴിക്കോട് സംബന്ധിച്ചിടത്തോളം 13 സീറ്റുകളുള്ള, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ളതിൽ ഞാൻ പറഞ്ഞു മലപ്പുറം 16, എറണാകുളം 14, പിന്നെ പറയുന്നത് കോഴിക്കോടാണ് 13 സീറ്റുള്ളത്. ഈ 13 സീറ്റുള്ള കോഴിക്കോട് കോൺഗ്രസ്
എനിക്ക് തോന്നുന്നൊരു 10-11 സീറ്റിൽ ജയിച്ചു. അത് ലീഗിൻ്റെ സ്വാധീനമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ 11 സീറ്റോടെ അവിടെ കോൺഗ്രസ് 13-ൽ 11-10 സീറ്റോടെ കയറി വരാനുള്ള സാധ്യത ഞാൻ കാണുന്നു. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ വയനാടാണ്. വയനാട് 3 സീറ്റുകളേ ഉള്ളൂ. ഈ 3 സീറ്റുകളും കോൺഗ്രസ് ജയിക്കാനാണ് സാധ്യത. 3 സീറ്റുകളും കോൺഗ്രസ് ജയിക്കാനാണ് സാധ്യത. അപ്പോൾ വയനാട് ഒരു സീറ്റിനകത്ത് ചെറിയ സാധ്യതകളൊക്കെ ഉണ്ടാവാം. എന്നാലും 3 സീറ്റുകളും വയനാട് ഞാൻ ചിന്തിക്കുന്ന UDF അനുകൂലമായി മാറും. പിന്നുണ്ടാകുന്നത് മലപ്പുറത്താണ്. ഞാൻ പറഞ്ഞ 16 സീറ്റുകളുള്ള മലപ്പുറത്ത് യഥാർത്ഥത്തിൽ മൊത്തം സീറ്റ് 16 സീറ്റും അല്ലെങ്കിൽ ഒരു 14-15 സീറ്റുകളും മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് ആ സീറ്റുകളെല്ലാം പിടിച്ച് കോൺഗ്രസ് അധികാരം അവിടെ മലപ്പുറത്ത്. എന്നാൽ പാലക്കാട് വരുമ്പോൾ പാലക്കാട് യഥാർത്ഥത്തിൽ നമ്മൾ വലിയ വീരവാദമൊന്നും മുഴക്കുകയല്ല. പാലക്കാട് പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണെന്ന് ചോദിച്ചാൽ അതൊരു ഇടതുപക്ഷത്തോട് താല്പര്യപ്പെടുന്ന ഒരു മണ്ഡലം പോലെ തോന്നുന്നുണ്ട്. അത് ഇപ്രാവശ്യത്തെ വലിയ കോളിളക്കം സൃഷ്ടിച്ച സ്ഥലങ്ങളാണ്. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, കോൺഗ്രസ് അവിടെയും ഒരു 4-5 സീറ്റോളം പാലക്കാട് മണ്ഡലം ഉൾപ്പെടെ അവിടെ കോൺഗ്രസ് അത്രയും സീറ്റുകൾ അവിടെ പിടിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് പാലക്കാട് ഉള്ള 12 സീറ്റുകളിൽ CPM ഒരു 7-8 സീറ്റോളം പിടിക്കാനുള്ള സാധ്യത നിലവിലുണ്ട്. ഞാൻ ഓരോ സ്ഥലം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പാലക്കാട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരുന്നത് തൃശ്ശൂരേക്കാണ്. തൃശ്ശൂരും ഇടതുപക്ഷത്തിന് സ്വാധീനം കൂടുതലാകാനുള്ള സാധ്യതയാണ്. ഇവിടേക്ക് എന്താണ് പ്രശ്നം പറ്റുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെയൊക്കെ BJP വോട്ട് പിടിക്കുന്നത് ഉറപ്പായും അത് കോൺഗ്രസിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യം. വലിയ ചർച്ചകൾ ഉണ്ടായ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ജയിക്കാൻ പോകുന്നില്ല. പക്ഷേ തൃശ്ശൂർ കോൺഗ്രസിന് വലിയ നഷ്ടമുണ്ടാക്കുന്നതിൽ BJPക്ക് പങ്കുണ്ട്. യഥാർത്ഥത്തിൽ തൃശ്ശൂര് ഒരു 9-10 സീറ്റ് വരെ ചിലപ്പം നമ്മൾ ഈ പറഞ്ഞ തൃശ്ശൂർ 13 സീറ്റിൽ ഒരു 9-10 സീറ്റ് വരെ ചിലപ്പോൾ LDF ജയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അവിടെ ചിലപ്പോൾ 2-4-5 സീറ്റിലേക്കൊക്കെ മാക്സിമം പോയ കോൺഗ്രസിന് വരാൻ ചിലപ്പോൾ കഴിയത്തുള്ളൂ. പിന്നെയാണ് നമ്മുടെ ഈ തൃശ്ശൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്തുള്ള എൻ്റെ അറിവിൽ എറണാകുളത്തെ 14 സീറ്റുകളും കോൺഗ്രസ് ജയിച്ചു വരുന്നതാണ്. അവിടെയാണ് ഈ 2020 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും 14 സീറ്റുകളും എറണാകുളം ജില്ലയിൽ നേടിക്കാൻ ചിലപ്പോൾ 1-2 സീറ്റുകൾ സംശയിക്കേണ്ട സീറ്റുകൾ ഉണ്ടെങ്കിൽ അത് P. രാജീവ് നിൽക്കുന്ന സ്ഥലത്ത് എനിക്ക് ആരോ വിശ്വാസം തോന്നുന്നില്ല. എന്തായാലും അവിടെ 14 സീറ്റുകളും കോൺഗ്രസ് ജയിച്ചു വരുമെന്നാണ് എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം എൻ്റെ. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയും കോൺഗ്രസിന് അനുകൂലമായി നിൽക്കും. ആലപ്പുഴയിൽ ഒരു 5 മുതൽ 5, 6, 7 സീറ്റ് വരെ, പ്രത്യേകിച്ച് ഹരിപ്പാട് എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ആവേശം, അതോടൊപ്പം തന്നെ KC വേണുഗോപാൽ MP ആയിട്ടുള്ള സ്ഥലം, പ്രധാനപ്പെട്ട 2 നേതാക്കന്മാരുള്ള ഒരു സ്ഥലമെന്ന രീതിയിൽ ആലപ്പുഴയിൽ വലിയ മാറ്റങ്ങൾ. ഞാൻ ഈ ആലപ്പുഴയൊക്കെ എടുത്തു പറയുന്നില്ല. ആലപ്പുഴ, കണ്ണൂർ, കൊല്ലം എന്നൊക്കെ എടുത്തു പറയുമ്പോൾ കോഴിക്കോട്, പാലക്കാട് ഇതൊക്കെ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഇളം തെന്നൽ കാറ്റ് ആഞ്ഞു വീശുന്ന സ്ഥലങ്ങളായതുകൊണ്ടാണ്. അപ്പോൾ അവിടെ ആലപ്പുഴയിൽ കോൺഗ്രസ് ഒരു 5 മുതൽ 7 വരെ സീറ്റുകൾ, ആലപ്പുഴയെ മൊത്തത്തിൽ 9 സീറ്റാണ് ഉള്ളത്. കോട്ടയത്ത് 9 സീറ്റുകളാണ് ഉള്ളത്. കോട്ടയത്ത് 9 സീറ്റുകളിൽ എനിക്ക് തോന്നുന്നു 9 സീറ്റും ജയിക്കാൻ സാധ്യതയുണ്ട്. 8 സീറ്റുകളും ജയിക്കാൻ സാധ്യതയുണ്ട്. കാരണം 8-9 സീറ്റുകൾ, അല്ല 1-2 സീറ്റുകൾ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതും കോട്ടയത്തുണ്ട്. ആലപ്പുഴയിൽ ഒരു 2 സീറ്റ് അല്ലെ 3 സീറ്റ് വരെ പോകാം. അത്രയും ഉണ്ടെങ്കിലും ആലപ്പുഴയിലൊക്കെ വലിയ മാറ്റത്തിൻ്റെ ഒരു ധ്വനി നമ്മൾ കേൾക്കുന്നുണ്ട് എന്നുള്ളത് യാതൊരു മാറ്റവുമില്ല. അതെല്ലാം ഗുണകരമായി വരുന്നതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു 5 സീറ്റുകളുള്ളതിൽ ഒരു 5 സീറ്റും വേണമെങ്കിൽ ലഭിക്കാം. എൻ്റെ കണക്കിൽ ഒരു 4 സീറ്റ് അവിടെ കൃത്യമായി ഇടുക്കിയിൽ കോൺഗ്രസ് ജയിച്ചു. പിന്നുള്ളത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ പത്തനംതിട്ടയിൽ ഞാൻ കൃത്യമായ ഒരു അഭിപ്രായം എനിക്ക് പറയാൻ കഴിയില്ല. എന്നാൽ ആറന്മുള, അതോടൊപ്പം തന്നെ കോന്നി, റാന്നി, അടൂര്, നമ്മുടെ തിരുവല്ല,
ഈ പറയുന്ന 5 മത്സരം നല്ല ടൈറ്റായിരുന്നു. അത് സ്ഥാനാർത്ഥികളും ഒരുവിധം കുഴപ്പമില്ലാത്ത സ്ഥാനാർത്ഥികൾ എല്ലായിടത്തും ഉണ്ടായതുകൊണ്ട് ഞാനൊരു 3 അത് അവിടെ നിന്ന് പറഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആറന്മുളയിൽ എൻ്റെ പ്രിയ സുഹൃത്തായ അബിൻ വർക്കി ജയിക്കുമെന്നുള്ളൊരു വിശ്വാസവും പിന്നെ തൊട്ടടുത്ത് ഒക്കെ ഞാൻ പറഞ്ഞില്ല, അവിടെ ഒരു മത്സരത്തിൻ്റെ ഒരു ടോൺ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം അവിടെ വേറൊരു പാറ്റേണിലാണ് തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥികളെയും ഒക്കെ പരിഗണിക്കുന്ന ഒരു സ്ഥലമായി പ്രത്യേകിച്ച് പത്തനംതിട്ട മാറുമെന്നാണ് എൻ്റെ ചിന്ത. പിന്നെ കൊല്ലം ജില്ലയെ പറ്റി ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി തിരുവനന്തപുരത്താണ് യഥാർത്ഥത്തിൽ BJPക്ക് ഗുണം ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അത് തിരുവനന്തപുരത്താണ്. വട്ടിയൂർക്കാവിലും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കോളേജിൽ നിൽക്കുന്ന കഴക്കൂട്ടത്തും, കാര്യവട്ടം ക്യാമ്പസ് നിൽക്കുന്ന കഴക്കൂട്ടത്തും, പിന്നെ വട്ടിയൂർക്കാവ്, കഴക്കൂട്ടൻ, നേമം, ഈ 3 BJPയെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷ വെക്കുന്ന സ്ഥലമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് ഞാൻ ചിന്തിക്കുന്നതാണ് വിൻസെന്റ്, ബൈജു, ശക്തൻ, CP ജോണ്, രമ്യ ഹരിദാസ്, അവിടെ എങ്ങനെയാണ് അതിൻ്റെ സുധീർ ഷാ, അങ്ങനെ ഒരു 4-5 സീറ്റ് 6 സീറ്റ് വരെ കോൺഗ്രസ് നേടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ശബരിയും ജയിച്ചു. എനിക്ക് അവിടുത്തെയും കൃത്യമായ രീതിയിൽ ശബരിയുടെ അവിടെയും ഒരു രാഷ്ട്രീയപരമായ, കാരണം ശബരിയെ സംബന്ധിച്ചിടത്തോളം വളരെ ലക്കുള്ള ഒരാളാണ്. ലക്ക് മാത്രം കൊണ്ട് രാഷ്ട്രീയമല്ല. പക്ഷേ ശബരി വരട്ടെ എന്ന് നേമത്തുകാർ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. കാരണം അതിലൊരു പൊളിറ്റിക്സ് അവിടെയുണ്ട്. ആ പൊളിറ്റിക്സ് യഥാർത്ഥത്തിൽ ശബരിനാഥ് യഥാർത്ഥത്തിൽ വോട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് ശിവൻകുട്ടിയുടെ വോട്ട് പിടിക്കത്തക്ക രീതിയിലുള്ള ആ ഏരിയകളെല്ലാം കൃത്യമായ രീതിയിൽ ശബരിനാഥ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചന്ദ്രശേഖരൻ BJPയുടെ വോട്ടുകൾ ഹൈജാക്ക് ചെയ്യുന്നതിന്, കോൺഗ്രസിൻ്റെ വോട്ടുകളിൽ അദ്ദേഹം അത് ലഭിക്കുമെന്നുള്ള അടിയുറച്ച വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഈ സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വർക്ക് ശക്തമായതുകൊണ്ട് അദ്ദേഹം ഇളക്കിമറിച്ചത്, ആ 2 ഏരിയകളിൽ ഇളക്കിമറിച്ചതുകൊണ്ട് ആ സാധ്യതയും വളരെ വലുതാണ്. കാരണം എനിക്കവിടെ കോളേജിൽ നിൽക്കുന്നതുകൊണ്ടും അവിടെയുള്ള ചെറുപ്പക്കാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങനൊരു സംഭവം അവിടെയുണ്ട്. പിന്നെ രാഷ്ട്രീയപരമായ തീരുമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമ്മൾ ഈ പറയുന്ന ചില കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കോൺഗ്രസിനെ ദോഷമായി ബാധിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. പക്ഷേ ശിവൻകുട്ടിയെപ്പോലെ ഒരാളെ ബലിയാടാക്കാൻ ഇടതുപക്ഷം തുനിയത്തില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ആ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നില്ല. വട്ടിയൂർക്കാവിൽ ശ്രീലേഖയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അഭിപ്രായത്തിൽ 3ാമത് പോകും. പക്ഷേ അവിടെ പ്രശാന്തിനെ തള്ളിക്കളയാൻ പറ്റുന്നൊരു സ്ഥാനാർത്ഥി അല്ലാത്തതുകൊണ്ട് പ്രശാന്തും നമ്മുടെ K മുരളീധരനും തമ്മിലുള്ള ശക്തമായ ഒരു മത്സരം എൻ്റെ അഭിപ്രായത്തിൽ. പക്ഷേ കഴക്കൂട്ടത്ത് വരുമ്പോൾ സ്ഥിതിയിൽ അല്പം വ്യത്യാസം വരുന്നുണ്ട്. കഴക്കൂട്ടത്ത് ഞാൻ മുരളീധരനെ എഴുതിക്കളയാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടുത്തെ സ്ഥാനാർത്ഥികൾ, അവിടെ CPMന് അനുകൂലമായ ട്രെൻഡ് വന്ന് കയറും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോന്ന്. എന്നാൽ ശരചന്ദ്രപ്രസാദ് മോശം സ്ഥാനാർത്ഥി ആയതുകൊണ്ടല്ല, ആ പ്രദേശത്തിന് കുറേ രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. ടെക്നോ പാർക്ക് പോലെയുള്ള ആ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെ ഒരു രാഷ്ട്രീയപരമായ ചില സാഹചര്യങ്ങൾ അവിടെ വ്യത്യസ്തപ്പെടുന്നത് കൊണ്ടാണ് ചിലപ്പം മുരളീധരൻ അല്ലെങ്കിൽ കടന്നപ്പള്ളി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക്, കടകംപള്ളി എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ പോകുന്നത്. അവിടെ അങ്ങനെ ഒരു രാഷ്ട്രീയം അവിടെ ഉണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് CPM, സെക്കൻഡ് BJP എന്നുള്ളൊരാശയത്തിലാകുമോ. എന്നാൽ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു അട്ടിമറി അവിടെ ഉണ്ടാകും. അട്ടിമറി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുക. അപ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഈക്വൽ സാധ്യതയുള്ള ഒരു മണ്ഡലമായിട്ടാണ് ഞാൻ തിരുവനന്തപുരത്തെ കാണുന്നത്. അത് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശ്വാസകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യം. ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം, ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ കണക്കൂട്ടലിൽ കോൺഗ്രസ് കേരളത്തിൽ 86 സീറ്റ് മുതൽ മേലോട്ടാണ് എൻ്റെ പ്രതീക്ഷ. ഇത് വെച്ചുകൊണ്ട് നമ്മളീ പറയുന്ന ഇപ്പോഴത്തെ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ പൊങ്കാലയിടാൻ വരണ്ട എന്നുള്ളത് യാഥാർത്ഥ്യം പറയും. പക്ഷേ ഒരു കൃത്യമായ ചുമ്മാതെ പറയുന്ന ഒരു സംഭവമല്ല. ഒരു റിസർച്ച് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ ചില മാനദണ്ഡങ്ങളെ എടുത്തു തന്നെയാണ് ഞാൻ രാഷ്ട്രീയത്തിൽ ഇത് പറയുന്നത്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഈ ഇത്രയും കാലഘട്ടമായി ക്യാമ്പസുകളിൽ നിൽക്കുന്ന ഒരാളും അതോടൊപ്പം തന്നെ ഒരു റിസർച്ചർ എന്നുള്ള രീതിയിലുമൊക്കെ ചില മാനദണ്ഡങ്ങളെ എന്ന് പറഞ്ഞാൽ എല്ലായിടത്ത് പോസിബിലിറ്റീസും അല്ലെന്നുണ്ടെങ്കിൽ സാമ്പിളിംഗ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്ത് പറയുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെ അനാലിസിസ് നടത്തി പറയുന്ന ഇതല്ല. പക്ഷേ
എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില ഘടകങ്ങളെ കോർത്തിണക്കിയാണ് ഞാൻ ഈ 86-ലേക്ക് വന്ന് നിൽക്കുന്നത്. അടുത്ത 2 കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്ന്, ഞാൻ പറഞ്ഞു എന്തിന് കോൺഗ്രസ്, എന്തിന് CPM, എന്തിന് BJP, അവർ രാഷ്ട്രീയപരമായി ഇവർ എന്തുകൊണ്ട് ട്രൈ ചെയ്യുന്നു എന്നുള്ളത് ഞാൻ ഒന്നാമത് പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി അടുത്തത്, കോൺഗ്രസ് വന്നാൽ ആര് മുഖ്യമന്ത്രി, അല്ലെങ്കിൽ CPM പ്രതിപക്ഷത്തായി കഴിഞ്ഞാൽ ആര് പ്രതിപക്ഷ നേതാവ്. നമ്മൾ പറയുന്ന മുഖ്യമന്ത്രിയെ പോലെ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇപ്പം എല്ലാ എക്സിറ്റ് പോളുകളും കോൺഗ്രസിന് അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം ഞാൻ ആർക്ക് കൊടുക്കുകയാണ്? കോൺഗ്രസിന് കൊടുക്കുകയാണ്. കോൺഗ്രസിലും നമ്മൾ ഒരു കാര്യം പറയാം, ഒരു മുഖ്യമന്ത്രി സാധ്യത കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി, AK ആന്റണി, K കരുണാകരൻ ലീഡർഷിപ്പിലും അതിനുശേഷം വരുന്ന ഉമ്മൻചാണ്ടി, AK ആന്റണിയിലും AC വേണുഗോപാൽ, VD സതീശൻ, ഇതിലൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോൺഗ്രസിലെ കാലത്തും എൻ്റെ അഭിപ്രായത്തിൽ കോൺഗ്രസിൽ എക്കാലത്തും ഒരു മുഖ്യമന്ത്രിയെ ചൊല്ലി വാഗ്വാദങ്ങൾ ഉണ്ടാകുകയും വാദമുഖങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നത് യാഥാർത്ഥ്യമാണ്. കാരണം ഇതിൽ അത് എല്ലാവരും അതുകൊണ്ടാണല്ലോ കോൺഗ്രസിൽ ആദ്യം ആര് മുഖ്യമന്ത്രി എന്ന് ഫേസ്ബുക്കിലും വാട്സപ്പിലുകളിലും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നു. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കീഴ്വഴക്കമാണ്. കോൺഗ്രസിൽ ഹൈക്കമാൻഡിനെ സ്വാധീനപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള ഒരു ഇടപെടൽ ലഭിക്കട്ടെ എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊക്കെ പറയുന്നത്. അത് മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നപ്പോൾ കുറച്ച് PR വർക്കൊക്കെ നടത്തുന്നവരൊക്കെ ഇതിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ പറയുന്നു, ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറും രമേശ് ചെന്നിത്തലയും കൂടെ നിൽക്കുന്ന കാലഘട്ടത്തിലും നമ്മുടെ അഭിപ്രായം ആർക്ക് അനുകൂലമായിട്ടാണ് പറഞ്ഞത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ബഹുഭൂരിപക്ഷം ആൾക്കാരും ഉമ്മൻചാണ്ടി എന്ന ഒരു വാക്കാണ് പറഞ്ഞത്. കാരണം എന്താണ്? ഉമ്മൻചാണ്ടി കുറച്ചുകൂടെ സീനിയറായ നിൽക്കുന്ന ഒരാളായതുകൊണ്ടാണ്. അതായത് പൊതുരാഷ്ട്രീയ രംഗത്ത് സജീവമായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാൾ എന്ന രീതിയിൽ സ്വാഭാവികമായിട്ടും ഉമ്മൻചാണ്ടിയുടെ പേര് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വരുമ്പോൾ ഈ 3 പേരിൽ കുറച്ച് താല്പര്യപ്പെടുന്നു. നമ്മളീ പറയുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് ഇങ്ങനെ പറഞ്ഞു നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഇവിടെ PR ഏജൻസിയൊക്കെ പലരുടെയും പേരുകൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പറഞ്ഞു ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ആക്കി തീർക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ടൈമിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പിണറായിയുടെ ധാർഷ്ട്യത്തിനെതിരെയുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. ഈ മുൻപന്തിയിൽ നിന്നത് അല്ലാതെ കോൺഗ്രസിന് പറയാൻ വികസനം എന്ന് പറയാനോ അങ്ങനെ എടുത്തു പറയാനൊരു സംവിധാനമില്ലാത്ത, കേന്ദ്രത്തിലും ഭരണമില്ല, കേരളത്തിലും ഭരണമില്ലായിരുന്നു. അപ്പം ഭരണ നേട്ടം പറഞ്ഞുകൊണ്ടല്ല കോൺഗ്രസ് വരുന്നത്. പിണറായിയുടെ ഡിസ്ക്വാളിഫിക്കേഷൻസ് പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു. അതോടൊപ്പം തന്നെ ഈ സംസ്ഥാനത്തുണ്ടായ കടമെടുപ്പിന്റെ രാഷ്ട്രീയത്തെ പറ്റിയുമൊക്കെ കോൺഗ്രസ് വ്യക്തമായി ജനങ്ങളെ ധരിപ്പിച്ചു. കേന്ദ്രത്തിന്റെ ഭരണത്തെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന only one പാർട്ടി അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു കൂട്ടം ജനങ്ങളുള്ളത് ദാറ്റ്സ് ഇൻ കേരള. ഇതുപോലെ ഒരു ഇന്റർപ്രട്ടേഷൻ നടക്കുന്ന അല്ലെന്നുണ്ടെങ്കിൽ ഒരു റീതിങ്ക് ചെയ്യുന്ന പിന്നെ ഒരു കാര്യമുണ്ട്, ഓരോ മനുഷ്യന്റെയും മനസ്സിൽ മതത്തെ കയറ്റിവിടുന്നതിനൊക്കെ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമല്ല. അത് കമ്മ്യൂണിസ്റ്റിലുള്ള ഹിന്ദു ജനങ്ങളുടെ ഇടയിലും കോൺഗ്രസിലുള്ള ഒരു വിഭാഗം ഹിന്ദുക്കളുടെ ഇടയിൽ പോലും ഇവർ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. പക്ഷേ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു മാനദണ്ഡം കോൺഗ്രസിൽ കേരളത്തിലുള്ളിടത്തോളം കാലം കേരളത്തിന്റെ മനസ്സ് അതിനടുക്കത്തില്ല എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുക. കാരണം ഇവർ ഈ 27 സംസ്ഥാനത്തിലും എന്താ നടക്കുന്നതെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അത് മനസ്സിലാക്കുന്ന ഒരാൾ ഇവിടെ കയറി BJPക്ക് വോട്ട് ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. അവിടെ ആരെയും പഠിപ്പിക്കേണ്ട കാര്യം വലുതായിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ അതിനെ കൂടുതൽ ഹൈപ്പ് ചെയ്യാനോ അത് ആരെങ്കിലും മോശമാക്കാനോ ഞാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് ഈ 3 പേരിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയുന്നത്, ഒരു സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയത്തിനകത്ത് ഞാൻ കാണുന്നത് രമേശ് ചെന്നിത്തല, KC, VD എന്നുള്ളതാണ്. VD സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇതുവരെ ഒരു മന്ത്രിസ്ഥാനം പോലും ഉൾക്കൊള്ളാത്തത് കൊണ്ട് എനിക്ക് അതിനെപ്പറ്റി വലിയ അഭിപ്രായം തോന്നുന്നില്ല. എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയൊന്നുമല്ല. അങ്ങനെ അത് ചെയ്തെന്ന് പറഞ്ഞാലും K കരുണാകരനായിരിക്കുന്ന സമയത്തും ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുള്ള AK ആന്റണി വന്നു കയറിയിട്ടുള്ള അങ്ങനെ പലയിടത്തും ആ ഒരു സാഹചര്യം, ഇത് രാഷ്ട്രീയ പാർട്ടിയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയെ നശിക്കുന്ന രീതിയിൽ ഒരു നിലപാടെടുക്കത്തില്ല. കാരണം കോൺഗ്രസിൽ ധാർഷ്ട്യം കൊണ്ടുള്ള ഒരു രാഷ്ട്രീയമില്ല. ആരോട് ധാർഷ്ട്യത്തോടെ ഇറങ്ങിപ്പോ എന്ന് പറയാൻ ഇടവരരുത്. ഇവിടെ ധാർഷ്ട്യമല്ല, ഇതൊരു ജനാധിപത്യ മതേതരത്വ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടാണ്. ഇവിടെ ജനങ്ങളെ പരസ്പരം പരിഗണിക്കുക, അതായത് നിങ്ങൾക്ക് അക്സസ് ചെയ്യാൻ പറ്റുന്ന നേതാവായി മാറുകയാണ്. അല്ലാതെ ഒരാളെ വെല്ലുവിളിക്കുന്ന ഒരു നിലപാടെടുക്കുന്ന ആരോടും
കോൺഗ്രസിനകത്ത് അണികൾ കൂടെ ഉണ്ടാകാൻ സാധ്യത കുറയുന്നു എന്നുള്ളതാണ് എൻ്റെ മനോഭാവം. അതുകൊണ്ട് ഇവരിൽ 3 പേരും യോഗ്യരാണ്, അത് കോൺഗ്രസ് തീരുമാനിക്കട്ടെ. എന്നാൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആരാണ്? വലിയൊരു ചോദ്യമാണ്. കാരണം എന്താണ്? പിണറായി വിജയൻ എന്തായാലും പ്രതിപക്ഷ നേതാവായിട്ടിരിക്കില്ല. പിന്നെ ആര് എന്നുള്ളൊരു ചോദ്യം അവിടെ വലിയൊരു പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധിയെപ്പറ്റി കേരളത്തിലെ ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്ത് കണ്ടില്ല. ആ പ്രതിസന്ധിയെപ്പറ്റി CPM ചർച്ച ചെയ്തിട്ടുണ്ടാവുമോ എന്നത് സംശയം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഒരിക്കലും പിണറായി വിജയൻ ആ പോസ്റ്റിൽ ഇരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ മരുമോനെ നിർത്തുമോ എന്ന് ചോദിച്ചാൽ ഒരു ഭരണ തുടർച്ചയെ അത് ബാധിക്കും. ഭരണ തുടർച്ചയെന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം കിട്ടണമെങ്കിൽ, അതുകൊണ്ട് അവരങ്ങനെ ഒരു ചിന്തയ്ക്ക് പോകത്തില്ല. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആര് പ്രതിപക്ഷ നേതാവാകുന്നു എന്നുള്ളൊരു ചർച്ചയ്ക്കിടുകയല്ല ഞാൻ. പിന്നെ വരേണ്ടത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ P. രാജീവ്, അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കൊട്ടാരക്കരയിൽ നിന്നുള്ള KN ബാലഗോപാലാണ്. ഇവരൊക്കെ ജയിച്ചു വരുന്നതിനെ പറ്റി വലിയ ഒരു ആശങ്ക നിലനിൽക്കുന്നത് കൊണ്ട് നമുക്ക് ആർക്കും വ്യക്തമായി ആരാണ് ഇടതുപക്ഷത്തിന്റെ പ്രതിപക്ഷ നേതാവെന്നുള്ള വലിയ ഒരു ചോദ്യത്തിന്റെ പ്രസക്തി ചോദ്യചിഹ്നമായി അവിടെ കിടക്കട്ടെ എന്നാണ്. കാരണം എന്താണ്? അത് ചർച്ച ചെയ്യാൻ കേരളത്തിലെ ചാനലുകൾ ഇന്ന് ഈ നിമിഷം വരെ തയ്യാറായിട്ടില്ല. പിന്നെ അതുകൊണ്ട് ഞാനും അത് ഇവിടെ കുഴിച്ചിടുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇവർ ചിന്തിക്കുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ 2 സീറ്റ് നേടി 4 കയറി 8 കയറി ഇങ്ങനെ കയറി വരുന്നത് പോലെ വരാൻ പറ്റുന്ന സംസ്ഥാനമല്ല. കാരണം കേരളം എന്നും കമ്പയർ ചെയ്യുന്നുണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും കേരളവുമായി. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് സമാധാനം വേണം. കേരളത്തിലെ ജനങ്ങൾക്ക് വർഗീയത തിന്ന് അവർ ജീവിച്ച് വയറിറക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർക്ക് അവരുടെ മക്കളുടെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം, അവർ സന്തോഷത്തോടെ ജീവിക്കണം, അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവണം. ആ ഒരു സാഹചര്യം കേരളത്തിൽ ചിന്തിക്കും എന്നുള്ളത് കൊണ്ട് എനിക്ക് BJPയുടെ എങ്ങനെയായിരിക്കും BJPയുടെ ഫ്യൂച്ചർ കേരളത്തിൽ എന്നുള്ളത് എനിക്കൊരു ആശങ്കയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിന്നെ കാലമാണ്, അത് രാഷ്ട്രീയമാണ്, അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. അമിത്ഷായുടെ ചാണക്യതന്ത്രങ്ങൾ വിജയിക്കത്തില്ല എന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ BJPയെ പറ്റി ഞാൻ ചർച്ച ചെയ്യുന്നതുമില്ല. പിന്നെ ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമായി പറയാനുള്ളത്, ജനാധിപത്യത്തിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചിരിക്കണം. സംഘടനാ പ്രവർത്തനത്തിൽ ഞാൻ ഫേസ്ബുക്കിൽ ഒരു കാര്യം ഇടുമ്പോഴും എൻ്റെ ഭാര്യ വന്നിട്ട് പറയുക നിർത്താൻ, കാരണം ഇത് കൂടുന്നുണ്ട്. ഞാൻ അതുകൊണ്ടല്ല ഇന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ജനാധിപത്യത്തെ പറ്റി കൃത്യമായി ഒരു പൊളിറ്റിക്കൽ സയൻസിൽ ഒരു മാസ്റ്റർ ഡിഗ്രി ചെയ്ത ഒരാളെന്നുള്ള രീതിയിൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഉറപ്പായും നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ ഫസ്റ്റ് പഠിക്കേണ്ട ഒരു സാധനം ഓരോ വ്യക്തിക്കും എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനുഷ്യൻ്റെ ആയുസ്സിനെ പറ്റി ആദ്യം നമ്മൾ കോൺഷ്യസ് ആവണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കാൻ പറ്റും? ഇത് പഠിച്ചേ നമുക്ക് പറ്റൂ. നിങ്ങളുടെ ആയുസ്സിൽ നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും, നിങ്ങൾക്ക് എത്തരത്തിലുള്ള നിയമവും എത്തരത്തിലായിരിക്കണം നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ആ സ്വപ്നത്തിനനുസരിച്ചുള്ള രാഷ്ട്രീയം സൃഷ്ടിക്കപ്പെടണം. അതിന് വിദ്യാഭ്യാസമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പം വിദ്യാഭ്യാസം കൃത്യമായി നിങ്ങൾക്ക്, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റി പഠിക്കുമ്പോൾ എല്ലാ കുട്ടികളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കിട്ടണം. മനസ്സിലാവുന്നോ? അവർ അതനുസരിച്ചുകൊണ്ട് ടെക്നോളജി ഓരോ ഫോമിലും, അതായത് എഞ്ചിനീയറിംഗ് സൈഡിലും മെഡിക്കൽ സയൻസിലും ഒക്കെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് ബിസിനസ്സിലും ഒക്കെ കടത്തിവിടാൻ പറ്റും. അപ്പൊ സമഗ്രമായ സമൂലമായ മാറ്റം എങ്ങനെ ഉണ്ടാകണം? ടെക്നോളജിയിലും ഉണ്ടാകണം, അത് കാർഷിക മേഖലയിലും ഉണ്ടാകണം, അത് ഡിഫൻസിലും ഉണ്ടാകണം, അത് സയൻസിലും ഉണ്ടാകണം, എക്സ്പെഡീഷനോ എല്ലായിടത്തും ഉണ്ടാകണം. അത്തരത്തിൽ ഉണ്ടാകുമ്പോൾ എന്തുണ്ടാകും? നമ്മുടെ ബോധ മനസ്സിനനുസരിച്ചുള്ള ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഉണ്ടാകുമ്പോൾ കുറച്ച് നമുക്ക് ഈ മനുഷ്യനൊരു ബോധം വരുമ്പോൾ, അറിവ് വരുമ്പം അവൻ ശുചിത്വത്തെ പറ്റി ചിന്തിക്കും, അവൻ വേസ്റ്റ് മാനേജ്മെന്റിനെ പറ്റി ചിന്തിക്കും, ഫുഡ് വേസ്റ്റ് ആക്കാതിരിക്കുന്നതിനെ പറ്റി ചിന്തിക്കും. അവന് കൃത്യമായ വിദ്യാഭ്യാസം കൊടുത്തു കഴിയുമ്പോൾ അവൻ അങ്ങനെ ചിന്തിക്കുന്ന അനുസരിച്ച് രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് കൃത്യമായി നടന്നു പോകണം. അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ ജാതിയോ മതമോ വർണ്ണമോ വിദ്വേഷമോ ഇതൊന്നുമില്ലാത്ത സമചിത്തതയോടുകൂടിയുള്ള ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് ഇന്ത്യയിൽ കോൺഗ്രസിനും ഈ 3 പാർട്ടികൾക്കും സംഭാവന ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം അത് നമ്മുടെ കേരളമായതുകൊണ്ട്
നമുക്ക് അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകാം. കോൺഗ്രസ് വന്നാലും CPM വന്നാലും BJP വന്നാലും ഇവിടുത്തെ ജനങ്ങളുടെ കാഴ്ചപ്പാട് അത് സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും നന്മയുടെയും എല്ലാ അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് ആശയപരമായി നമ്മൾ വിഭിന്നമാണെങ്കിലും നമ്മളെല്ലാം ആമാശപരം എന്ന് പറയുന്നത് നമ്മൾ തിന്നുന്നതൊക്കെ ഒന്ന് തന്നെ ആയതുകൊണ്ടും നമുക്ക് ലഭിക്കുന്ന ടെക്നോളജിയും നമുക്ക് ലഭിക്കുന്ന ആരോഗ്യ സംവിധാനങ്ങളും എല്ലാം നമുക്കെല്ലാം ഈക്വലായി കിട്ടാൻ പറ്റണം. മനസ്സിലായോ? പക്ഷെ നമ്മുടെ ആശയങ്ങൾ വ്യത്യസ്തമായി മാറാം. ഇങ്ങനെ എനിക്ക് ധൈര്യത്തോട് പറയാൻ പറ്റുന്ന ഒരേ ഒരു സംസ്ഥാനം അത് ഈ സംസ്ഥാനമാണ്. കാരണം ഇവിടെ അതിനൊരു പ്രത്യേകത വന്നതിന്റെ കാരണം ഇവിടെ നമ്മളെല്ലാവരും ബോധവാന്മാരാണ്. വി ആർ തിങ്കിങ്. മനസ്സിലാവുന്നു? അതുകൊണ്ട് ചിന്തയുടെ ഒരു രാഷ്ട്രീയം, അങ്ങനെ ഒരു പോളിറ്റിക്സ്. കാരണം എന്താണ്? നിങ്ങൾ ഈ 70 വയസ്സിനകത്ത് മരിക്കും എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ, സാറ്റിസ്ഫാക്ഷൻസ് അത് കണ്ടു മരിക്കാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കുടുംബത്തോടും നിങ്ങളുടെ ഫ്രണ്ട്സിനോടും നിങ്ങൾ അങ്ങനെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തെരഞ്ഞെടുത്തു വിടുന്നവന് ബോധമനസ്സുണ്ടായിരിക്കണം, അവന് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം, അവന് തിരിച്ചറിവിന്റെ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം, അവന് ആ രീതിയിലുള്ള ആൾക്കാർ ഭരണത്തിന്റെ അതെന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുന്നവരുമായിരിക്കണം. ഞാൻ ശശി തരൂരിനോട് എനിക്കുള്ളൊരു വിദ്വേഷം എന്താണെന്ന് ചോദിച്ചാൽ, തരൂരിനെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായങ്ങൾ പറയും. അദ്ദേഹം ഒരിടത്ത് പ്രവർത്തിച്ചു കാണുന്നത് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ ആ ഒരു നിയോജക മണ്ഡലം, ആ ഒരു ലോകസഭാ മണ്ഡലത്തിലാണെങ്കിലും ഒരു വെർസറ്റൈൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. നമുക്ക് പറയുന്നവരെ വേണ്ട. നമുക്കറിയാലോ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയ്ക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഗ്യാസിന്റെ വിലയും ഇപ്പം തന്നെ ഡൽഹിയിൽ 2500 കൊടുക്കാന്ന് പറഞ്ഞിട്ട് 1.5 വർഷമാവുന്നു, 1.25 വർഷമാവുന്നു, ഇതുവരെ കൊടുക്കുന്നില്ല. അപ്പൊ ഈ പറയുന്നവരെ നമുക്ക് വേണ്ട, പ്രവർത്തിക്കുന്നവരെ നമുക്ക് ലഭിക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ നിങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ചുള്ള, നിങ്ങളുടെ സന്തോഷത്തിനനുസരിച്ചുള്ള പ്രവർത്തനമായിരിക്കും ഉണ്ടാകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസം നിങ്ങൾക്കും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു.